അന്തരിച്ച ഫിലിം മേക്കർ സച്ചിയുടെ കരിയറിൽ ഏവരും എടുത്തു പറയുന്ന സിനിമയാണ് അയ്യപ്പനും കോശിയും. 2020 റിലീസ് ചെയ്ത അയ്യപ്പനും കോശിയും വൻ ഹിറ്റായിരുന്നു. സിനിമ റിലീസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ സച്ചി ഹൃദയാഘാതം വന്നു മരിച്ചു. സച്ചിയും അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെക്കുറിച്ച് എഴുത്തുകാരൻ സുനിൽ പരമേശ്വരൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. സച്ചിയുടെ മരണം താൻ മുൻകൂട്ടി പറഞ്ഞിരുന്നതെന്ന് സുനിൽ പരമേശ്വരൻ പറയുന്നു. ഒരു അഭിമുഖത്തിനായിരുന്നു പരാമർശം. അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ സംവിധായകൻ സച്ചിയെ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. സച്ചി മരിക്കുന്ന ദിവസം ഞാനും വിവേകം സ്ക്രിപ്റ്റ് എഴുതുകയാണ്. എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നിർത്തി. മലയാള സിനിമയിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അയാൾ രണ്ടുപേരുമായി ഒരാളുമായി സിനിമയെടുക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞു. സുനി പരമേശ്വരൻ പറഞ്ഞതിങ്ങനെ: ബിജു മേനോൻ ചെയ്ത അയ്യപ്പൻ നായർ എന്ന കഥാപാത്രം ഫൈറ്റ് സീനിലെ മുണ്ടൂർ മോഡൽ മുറയിൽ ആക്ഷൻ സീൻ ചെയ്തു എന്നത് നല്ലതാണെന്നും സുനിൽ പരമേശ്വരൻ പറയുന്നു. അതിനകത്തൊരു ലോക്കുണ്ട്. രണ്ടുപേരും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ലോക്കിട്ട് പിടിക്കുന്ന സംഭവമുണ്ട്. അത് എവിടെ വെച്ച് നിന്ന് സച്ചിക്ക് കിട്ടിയെന്നറിയില്ല. അത് യഥാർത്ഥത്തിൽ ഒടിയൻ എന്ന സങ്കല്പത്തിലുള്ളതാണ്. ഒടിയൻ പിടിക്കുന്ന ലോക്കാണ്. ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് സുനിൽ പരമേശ്വരൻ പറഞ്ഞു. തന്ത്രമാന്ത്രികവുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് എഴുതുമ്പോൾ, സംസാരിക്കുമ്പോഴും, പെരുമ്പം പെരുമ്പാ പെരുമാറുമ്പോഴും, ആവിഷ്കരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഭ്രമയുഗത്തിൽ ജഡാവസ്ഥയിൽ കിടക്കുന്ന മമ്മൂട്ടിയുടെ മുഖത്ത് ഈച്ച വന്നിരിക്കുന്നുണ്ടെങ്കിൽ മരണമോ മരണത്തിന് മുമ്പുള്ള നിശ്ചയമായ അവസ്ഥയിലേക്ക് കിടക്കുമ്പോഴുള്ള രോഗാവസ്ഥ ഉണ്ടാകും. ആ കഥാപാത്രം ആരാണോ രോഗം വന്നേ പറ്റൂ. അനന്തഭദ്രത്തിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സന്തോഷ് ശിവനോട് ആ സ്ഥലത്ത് നാഗചൈതന്യമുള്ളപ്പോൾ നാഗങ്ങൾ ഇണചേരുന്നത് നാളെ ഷൂട്ട് ചെയ്യുവാനും പറ്റുവാനെന്ന് ഞാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടൊരു സംഭവമുണ്ടായി. എണ്ണത്തുണി എന്ന സാധനം അവിടുണ്ട്. സൈഡ് ബോഡിയായിട്ട് കിടക്കുന്നു. അത് നശിപ്പിച്ച് കളഞ്ഞേക്കണം, മറ്റൊരാൾക്കും കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ആർക്കാണോ കൊടുത്തത് അവിടെ ഒരാൾ വീണ് വർഷങ്ങളായി കിടക്കുന്നു. ഇത് വാങ്ങിയ ആൾ, അതായത് സുനിൽ പരമേശ്വരൻ പറഞ്ഞതിങ്ങനെ: മമ്മൂട്ടിയെ രോഗാവസ്ഥയിലാക്കുമെന്ന് താൻ നേരത്തെ പ്രവചിച്ചിരുന്നുവെന്നും സുനിൽ പരമേശ്വരൻ പറയുന്നുണ്ട്. ബ്രഹ്മയുഗം എന്ന സിനിമ കണ്ട ഉടൻ താൻ മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിംകുട്ടി സുഹൃത്തിനെ വിളിച്ച് മെസ്സേജ് പറഞ്ഞിരുന്നു. മമ്മൂട്ടി രോഗാവസ്ഥയിലാകും, ഇത് അപകടമായിരുന്നു എന്നും മെസ്സേജിൽ സുനിൽ പരമേശ്വരൻ പറഞ്ഞു.